കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇപ്പോൾ ചൂട് പിടിച്ച ചർച്ചയാകുന്നത് രാഹുൽ ഗാന്ധി തുടക്കമിട്ട ഡീൽ ആരോപണമാണ്. ബിജെപിയും സിപിഐഎമ്മും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്ന രാഹുലിന്റെ പരാമർശം രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു. ഇന്ന് കേരളത്തിലെത്തിയ രാഹുൽ ഗാന്ധി സിപിഐഎമ്മിനെതിരെ അതിരൂക്ഷ വിമർശനം ഉയർത്തി ഡീലിന് വീണ്ടും തിരികൊളുത്തിയിരിക്കുകയാണ്. എന്നാൽ ദേശീയ തലത്തിൽ ബിജെപിക്കെതിരെ ഒന്നിച്ചു നിൽക്കുന്ന ഇന്ത്യ മുന്നണിയിൽ ഈ പോര് വിള്ളലുണ്ടാക്കുമോ? മുബാർക്ക് ചോദിച്ച ചോദ്യങ്ങൾക്കാണ്. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധിയുടെ ഡീലാരോപണം കേരള രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിക്കുന്നത്. ദേശീയ തലത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന ഇവരുടെ ബന്ധം, ഇവരുടെ കെട്ടുറപ്പിനെ ബാധിക്കുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. കോഴിക്കോട്ടെ ജനങ്ങൾ ഇതിനെ എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. ഇവിടെ എതിർ പാർട്ടി അവിടെ ഒന്നിച്ചുള്ളതല്ലേ, അപ്പോൾ അതുകൊണ്ട് അത് ദോഷം ചെയ്താണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. സിപിഎമ്മും ബിജെപി ഒരു പാർട്ടി തന്നെയാണ്, ഒരു നാണയത്തിന്റെ ഇരുവശ. അതിപ്പോ ഇവിടുത്തെ രാഷ്ട്രീയം അവിടുത്തെ രാഷ്ട്രീയം വ്യത്യസ്തം ഉണ്ടാവും. പക്ഷെ ഇപ്പൊ ഇവിടുത്തെ ഒരു ഇതാണല്ലോ, ഇപ്പൊ ഇവിടെ എങ്ങനെയെങ്കിലും വിജയിപ്പിച്ചെടുക്കാന്നുള്ള ഒരു അത് വിള്ളലേൽപ്പിക്കാൻ ചാൻസ് കുറവാണ്. അവിടെ ഇപ്പം CPM ആണെങ്കിലും നോർത്തിൽ പിന്നെ ഡൽഹിയിലൊക്കെ ഒന്നിച്ചാണ്, പിന്നെ ഇവിടെ മാത്രം ഡീലിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും CPM ഇവർ തമ്മിലാണ് നമ്മൾ കണ്ടിടത്തോളം ഒരു ഡീലിംഗ് നടക്കുന്നത്. CPM BJPയും തമ്മിൽ സഖ്യമായിട്ടുള്ള ഇതാണ്. അത് ജനങ്ങൾക്ക് ഒരുവിധം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് പറയേണ്ടി വരും. കാരണം ഇവിടെ CPM തന്നെ കോൺഗ്രസിനെതിരായിട്ട് വളരെ വ്യക്തമായിട്ട് ഇത് ചെയ്യുന്നതാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇവിടെ പറയേണ്ടി വരുമല്ലോ, അതിൻ്റെ ഒരു ഇതുണ്ടാവും. പക്ഷേ അതിൻ്റെ ഇമ്പാക്റ്റ് ഡൽഹിയിൽ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ഭരണം കിട്ടിക്കഴിയുമ്പോൾ എല്ലാവരും ബായി എന്നെ പരിപാടി പോലെ ബിസിനസ് നടക്കുന്നുണ്ട്. അപ്പോഴും പൊതുജനം എന്താണ് പിന്നെ മറ്റേ വിളിക്കുമല്ലോ നമ്മൾ, അതാവും വെറുതെ ഇറക്കുന്നതാണ്. അതൊന്നും രണ്ടും ഒന്നല്ല. നുണേശൻ ഉണ്ടല്ലോ നമ്മുടെ ഇടയിൽ. അപ്പോൾ പുള്ളി പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു അവിടുന്ന് ദേശീയ തലത്തിൽ നിന്ന് വരുന്ന രാഹുൽ ഗാന്ധിക്ക് പറയാൻ കഴിയുന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ വാക്കിന് അത്രത്തോളം സ്വാധീനമുണ്ട് എന്നുള്ള കൽപ്പിക്കുമ്പോൾ കേരളത്തിൽ ഉയർത്തി വരുന്ന പ്രതിരോധത്തെ സംബന്ധിച്ചിടത്തോളം കേരളം എന്ന് പറയുന്നത് ഒരു ഇമേജാണ്. കേരളം എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ആ ബ്രാൻഡിന് തീർച്ചയായിട്ടും ഒരു തിരിച്ചടിയാണെന്നുള്ള തർക്കമില്ലാത്തൊരു കാര്യമാണ്. പുറത്ത് അവർ രണ്ടും ഒന്ന്, അകത്ത് വരുമ്പോൾ അവർ ഇവിടെ കേരളത്തിലാകുമ്പോൾ അവർ തമ്മിൽ തല്ലുക. പുറമുള്ള സ്റ്റേറ്റുകളിൽ പോകുമ്പോൾ അവർ ഒന്നോട് ഒന്ന് ചേർന്ന് കൈകോർത്ത് നിൽക്കുക. അപ്പോൾ ഇവിടെ അവർ കപട നാടകമല്ലേ കളിക്കുന്നത്. രാഹുൽ ഗാന്ധി പറയണതൊക്കെ വിഡ്ഢിത്തരമല്ലേ. രാഹുൽ ഗാന്ധി തന്നെ ഈ BJPനെ ജയിപ്പിക്കുന്ന ഒരേ ഒരു നേതാവ്. തീർച്ചയായിട്ടും ഉണ്ടാവും അല്ലേ, ഉണ്ടാവില്ലേ? UDF വരാനും വേണ്ടി അയാൾ വന്ന് സംസാരിക്കാവും. ഇവിടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എല്ലാവരും അഡ്ജസ്റ്റ്മെൻ്റാണ്. എല്ലാവരും രഹസ്യധാരണകളുണ്ട്. ഇവിടുന്ന് പബ്ലിക് എന്ന് പറയുന്നത് നോക്കണ്ട, എല്ലാവരും രഹസ്യധാരണയാണ്. ഇവിടുത്തെ CPM BJP ഒരുപോലെ അല്ലേ, വേറെന്താ ഉള്ളത്? ഡീലുണ്ടെന്ന് എല്ലാവർക്കും അറിയണ കാര്യമല്ലേ. രാഹുൽ ഗാന്ധി പറയുന്ന ആരോപണങ്ങൾ ശരിയാണ്, 100% ശരിയാണ്. രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ദേശീയ തലത്തിൽ ഇവരുടെ ഈ കെട്ടുറപ്പിനെ ബാധിക്കുമെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ തിരിച്ചടിയാവില്ലെന്നും കുറച്ചാളുകൾ പ്രതികരിക്കുന്നു. കോഴിക്കോട് നിന്നും ക്യാമറ പേഴ്സൺ അതേന്ദർ ജിത്തുവിനൊപ്പം M. മുബാറക്, ന്യൂസ് മലയാളം.